തൃശൂർ നാട്ടികയിൽ തടിലോറി പാഞ്ഞു കയറി കുട്ടികൾ ഉൾപ്പെടെ 5 പേർക്ക് ദാരുണാന്ത്യം. ഇന്ന് പുലർച്ചെയാണ് റോഡരികിൽ ഉറങ്ങിക്കിടന്ന നാടോടികളുടെ ദേഹത്തുകൂടി വാഹനം കയറി ഇറങ്ങിയത്. മദ്യലഹരിയിൽ ക്ലീനറാണ് വാഹനം ഓടിച്ചതെന്ന് പോലീസ് പറഞ്ഞു. ഡ്രൈവറുടെ ലൈസൻസും വാഹനത്തിന്റെ രജിസ്ട്രേഷനും റദ്ദാക്കും. പുലർച്ചെ 4-നാണ് നാടിനെ നടുക്കിയ അപകടം. 1 വയസ്സുള്ള വിശ്വ, 4 വയസ്സുള്ള ജീവൻ എന്നീ കുട്ടികൾ ഉൾപ്പെടെ 5 പേരുടെ ജീവനാണ് പൊലിഞ്ഞത്. 2 പേരുടെ നില ഗുരുതരം. ഞാൻ കണ്ണു തുറന്ന് നോക്കിയത് എൻ്റെ ഭാര്യൻ്റെ എൻ്റെ മോൻ്റെ അടുത്ത് എൻ്റെ വണ്ടി നിന്നത്. രണ്ടാമത് എന്നെ പേടിച്ചിട്ട് അയാൾ വണ്ടി റിവേഴ്സ് എടുത്ത് ബാക്കിൽ കിടന്ന എല്ലാത്തിനും വണ്ടി 2 പ്രാവശ്യം കയറ്റിയിട്ടാണ് മുമ്പിൽ കിടന്നവരെ വണ്ടി കയറ്റുന്നത്. എല്ലാവരും പോസ്റ്റ് ഔട്ട്. കണ്ണൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോവുകയായിരുന്നു തടിലോറി. മദ്യലഹരിയിൽ ക്ലീനറാണ് വാഹനം ഓടിച്ചതെന്ന് പോലീസ്. ഡ്രൈവർ ജോസിനും ക്ലീനർ അലക്സിനുമെതിരെ മനഃപൂർവ്വമായ നരഹത്യ കുറ്റം ചുമത്തി കേസെടുത്തു. വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണ് എന്ന് മാത്രമല്ല, പ്രഥമ ദൃഷ്ടിയാൽ തന്നെ വണ്ടി ഓടിച്ചിരിക്കുന്നവരുടെ ഭാഗത്ത് ഗുരുതരമായിട്ടുള്ള പിഴവുകളുണ്ട് എന്ന് മനസ്സിലാകുന്നുണ്ട്. ആദ്യഘട്ടമായിട്ട് അവരുടെ വണ്ടിയുടെ രജിസ്ട്രേഷൻ സസ്പെൻഡ് ചെയ്യും അതിനുള്ള നടപടി ഇന്ന് തന്നെ എടുക്കും. തുടർന്ന് രജിസ്ട്രേഷൻ റദ്ദാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇത് വളരെ ഒരു കരുതിക്കൂട്ടിയുള്ള തെറ്റെന്ന് തന്നെ പറയാൻ പറ്റും. നരഹത്യയാണ്. അപകടത്തിന്റെ നിർണായക CCTV ദൃശ്യങ്ങൾ 24 പുറത്തുവിട്ടു. അപകടമുണ്ടാക്കിയ ലോറി നിർത്താതെ മുന്നോട്ട് പോകുന്നത് ദൃശ്യങ്ങളിലുണ്ട്. ഓടിച്ചുപോയ ലോറിയെ നാട്ടുകാർ പിന്തുടരുകയും ഡ്രൈവറെയും ക്ലീനറെയും റോഡിലിറക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു. ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി അപകടത്തിന്റെ കൂടുതൽ തെളിവുകളും ശേഖരിച്ചു. മദ്യപിക്കുകയും നിയമപരമായി ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുകയും ചെയ്തതിലൂടെ 5 മനുഷ്യജീവനുകളാണ് ഇവിടെ നഷ്ടപ്പെട്ടത്. കുറ്റക്കാർക്കെതിരെ കർശനമായ നിയമ നടപടി തന്നെയാണ് ഉണ്ടാകേണ്ടത്. മാഹിൻ ജാഫറിനൊപ്പം ശ്യാംകുമാർ, 24 തൃശൂർ. സുരക്ഷിതമെന്ന് കരുതിയാണ് ദേശീയപാതയുടെ വലതുവശത്തെ ട്രാക്കിൽ നിന്ന് ഇടതുവശത്തെ ട്രാക്കിലേക്ക് നാടോടി വിഭാഗത്തിൽപ്പെട്ടവർ ഉറക്കം മാറ്റിയത്. പക്ഷേ ഉണരും മുൻപേ പാഞ്ഞെത്തിയ ലോറി പിഞ്ചു കുഞ്ഞുങ്ങളടക്കം 5 പേരുടെ ജീവനെടുത്തു. ഡ്രൈവറും ക്ലീനറും മദ്യലഹരിയിലായിരുന്നതിനാൽ വാഹനം അമിത വേഗത്തിലായിരുന്നു. സമയം രാവിലെ 4 മണി. മാഹിയിൽ നിന്ന് വാങ്ങിയ മദ്യത്തിന്റെ ലഹരിയിലായിരുന്നു ലോറി ഡ്രൈവറുടെയും ക്ലീനറുടെയും യാത്ര. പുറകിലെ സീറ്റിൽ ഡ്രൈവർ ജോസ് ഉറങ്ങുമ്പോൾ വളയം പിടിച്ചത് ലൈസൻസ് ഇല്ലാത്ത ക്ലീനർ അലക്സ്. ഏകാദശിയായതുകൊണ്ട് വാഹനങ്ങൾ കൂടുതലായിരിക്കുമെന്ന് കരുതി പതിവ് ഉറക്കം ഇടത്തെ ട്രാക്കിലേക്ക് മാറ്റിയിരുന്നു നാടോടി കുടുംബങ്ങൾ. സുരക്ഷിതമെന്ന് കരുതിയ പാതയിലേക്ക് ലോറി പാഞ്ഞെത്തി. പിഞ്ചു കുഞ്ഞുങ്ങളടക്കം 5 പേരുടെ ശരീരത്തിലൂടെയാണ് ലോറി കയറി ഇറങ്ങിയത്. വണ്ടി കയറുമ്പോൾ നമുക്കറിയില്ല, വടവടാന്ന് ഒച്ച കേൾക്കണുണ്ട്. വരുമ്പോൾ ഞാനും എൻ്റെ ഭാര്യ ലാസ്റ്റ് കിടക്കുമായിരുന്നു. കുമിച്ച് കല്ലുണ്ട്. ആ ലാസ്റ്റിന് എൻ്റെ ഭാര്യ ഞാനെ വിളിച്ച് കുറച്ച് തലയില്ല ഇതങ്ങനെ പോയി അങ്ങനെ. നിർത്താൻ ആവശ്യപ്പെട്ടെങ്കിലും ലോറി മുന്നോട്ട്. പക്ഷെ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്ന പാത അവസാനിച്ചതോടെ ലോറി ഉപേക്ഷിച്ച് രക്ഷപ്പെടാനായി ശ്രമം. പുറകിലൂടെ ബൈക്കിലെത്തിയ യുവാക്കളാണ് ഇരുവരെയും പിടികൂടിയത്. സെപ്റ്റിക് ടാങ്ക് വൃത്തിയാക്കുന്ന ജോലികൾക്കായാണ് പാലക്കാട്ടു നിന്നും സംഘം നാട്ടികയിലെത്തിയത്. 5 ദിവസത്തെ പണി കൂടി കിട്ടിയതോടെ സംഘത്തിലെ കുറച്ചുപേർ മാത്രം വീണ്ടും ഇവിടെ തുടരുകയായിരുന്നു. അതിനിടയിലാണ് ദുരന്തം. ഒന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പോഴേക്കും ഉറ്റവരെ നഷ്ടപ്പെട്ടതിന്റെ കണ്ണീരാണെങ്ങും. ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് സജി, 24. ഇന്ന് കേരളം ഉണർന്നത് ഈ അതിദാരുണമായ ഈ ദുരന്ത വാർത്ത കേട്ടുകൊണ്ടാണ്. സൂരജ് സജി വിവരങ്ങൾ നൽകും തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, ഈ പരിക്കേറ്റതിൽ 3 പേരുടെ നില അതീവ ഗുരുതരമാണ് എന്നായിരുന്നു നമ്മൾ രാവിലെ കേട്ടത്. അവരുടെ ആരോഗ്യനില സംബന്ധിച്ചുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? വിജയകുമാർ, ഒരാളുടെ ആരോഗ്യനില തൃപ്തികരമായിട്ടുണ്ട് എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത്. പക്ഷേ 2 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയും ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ്. ഇപ്പോൾ ഇവരെല്ലാവരെയും തന്നെ ഈ പരിക്കേറ്റ 7 പേരും ഉള്ളത്. അതിൽ 2 പേരുടെ നിലയാണ് അതിൽ ഗുരുതരമായി തുടരുന്നത്. ഒരാൾ ഈ പ്രത്യേക റെഡ് സോൺ ആയിട്ടുള്ള അത്യാഹിത വിഭാഗത്തിലാണ് ഒരാളെ പാർപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ഈ 2 പേരുടെയും ആരോഗ്യനില ഗുരുതരമായി തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം തദ്ദേശ വകുപ്പ് മന്ത്രി MP രാജേഷ് അല്പസമയത്തിനകം തന്നെ ഈ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് എത്തും. ഈ മരിച്ച ആളുകൾ എല്ലാവരും തന്നെ പാലക്കാട് ഗോവിന്ദാപുരം സ്വദേശികളാണ്. അതുകൊണ്ട് തന്നെ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി എന്ന നിലയ്ക്കാണ് ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി MP രാജേഷിനെ മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയത്. 1:30 ഇവിടെ എത്തി മന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ തുടർ നടപടികൾ തീരുമാനിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ
5 പേരുടെയും മൃതദേഹങ്ങൾ ഈ നാട്ടിലേക്ക് എത്തിക്കുന്നതിനടക്കമുള്ള നടപടികൾ ഈ ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ട് സ്വീകരിക്കുന്നുണ്ട്. ആംബുലൻസ് അടക്കം സജ്ജീകരിച്ചുകൊണ്ട് ഈ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടിയാണ് സ്വീകരിക്കുന്നത്. എന്തായാലും ഈ മൃതദേഹത്തിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ അടക്കം പൂർത്തിയായി. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഈ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ചെയ്യും. വിജയകുമാർ. സൂരജ്, ഈ ഡ്രൈവറും ക്ലീനറും ആ സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്നവർ അവരെ പിടികൂടി പോലീസിനെ ഏൽപ്പിച്ചിരുന്നു. ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടോ? കോടതിയിൽ ഹാജരാക്കുന്നതടക്കം ഈ തുടർ നിയമ നടപടികൾ എപ്പോഴായിരിക്കും? വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അപകടത്തിന് പിന്നാലെ അവിടെ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയായിരുന്നു ഈ ഡ്രൈവറും ക്ലീനറും ശ്രമിച്ചത്. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാർ ഒരു സമയോചിത ഇടപെടൽ അവരുടെ ഭാഗത്തു നിന്നുണ്ടായി. പ്രത്യേകിച്ച് ഇന്ന് തൃപ്രയാർ ഏകാദശി നടക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ വലിയ ജനത്തിരക്കും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ നാട്ടുകാരായ 2 പേർ ഈ ബൈക്കിൽ സഞ്ചരിച്ചെത്തിയാണ് ഇവരെ പിടികൂടുന്നത്. പക്ഷേ പിടികൂടിയ സമയത്ത് ഈ അലക്സും ജോസും അവർ ഈ വാഹനം ഓടിച്ചിരുന്നത് ഡ്രൈവറാണ് എന്ന് വരുത്തി തീർക്കാൻ, അതായത് ഈ ജോസാണ് ശരിക്കും ഈ വാഹനത്തിന്റെ ഡ്രൈവർ, ക്ലീനറായിരുന്ന അലക്സ് ആണ് വാഹനം ഓടിച്ചത്. പക്ഷേ ജോസാണ് വാഹനം ഓടിച്ചതെന്ന് വരുത്തി തീർക്കാൻ ഒരു ശ്രമം നടത്തി. പക്ഷേ ഈ നാട്ടുകാരുടെ കൃത്യമായ മൊഴി അത് പോലീസിന് ലഭിച്ചു. അങ്ങനെയാണ് ഈ ക്ലീനറാണ് വാഹനം ഓടിച്ചത് എന്ന കണ്ടെത്തലിലേക്ക് പോലീസ് എത്തിയത്. എന്തായാലും ഇവർ മദ്യലഹരിയിലായിരുന്നു എന്ന പരാതി ഉയർന്നതിന്റെ പശ്ചാത്തലത്തിൽ ഈ വൈദ്യപരിശോധന നടത്തുകയും മദ്യലഹരിയിലായിരുന്നു ഇവരെന്ന് പോലീസ് ഔദ്യോഗികമായി തന്നെ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവരിപ്പോഴും പോലീസിന്റെ കസ്റ്റഡിയിൽ തുടരുകയാണ്. ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ പൂർത്തിയായ ശേഷമായിരിക്കും ഈ പ്രതികളെ കോടതിയിൽ ഹാജരാക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുക എന്നുള്ളതാണ് നമുക്കെന്തായാലും വിവരം ലഭിച്ചിരിക്കുന്നത്. നിലവിൽ ഈ പ്രതികൾ കസ്റ്റഡിയിലാണ്. 304 അതായത് നരഹത്യ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് പ്രതികൾക്കെതിരെ നിലവിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. വിജയകുമാർ. യെസ്, സൂരജ് സജ്ജിയാണ് വിവരങ്ങൾ നൽകിയത്. 3 പേരുടെ ആരോഗ്യനില അതീവ ഗുരുതരമായിരുന്നു. അതിൽ ഒരാൾ അപകടനില തരണം ചെയ്തിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ വരുന്ന വിവരം. മറ്റു 2 പേരുടെ ആരോഗ്യനില ഇപ്പോഴും ഗുരുതരമായി തന്നെ തുടരുന്നു. മന്ത്രി MP രാജേഷ് തൃശ്ശൂരിലേക്ക് എത്തുന്നുണ്ട്. ഈ ചികിത്സ അടക്കം അവിടുത്തെ മറ്റു കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി മന്ത്രി MP രാജേഷിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു.